ഹലോ കൂട്ടുകാരെ, കൂർക്ക ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? അതിനെ ചുരണ്ടി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി. ഇന്നൊരു ഞാൻ എളുപ്പ വഴിയായിട്ടൊന്ന് വന്നിട്ടുള്ളത്, നമ്മൾ ഈ കൂർക്കയില്ലേ ഇത് വേവിച്ച് വെച്ചതാണ്. അതായത് നമ്മൾ കൂർക്ക നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് ഒറ്റ വിസിൽ, ആ വിസിൽ കഴിഞ്ഞ പാടെ നമ്മൾ പ്രഷർ കളഞ്ഞ ശേഷം നമുക്കിതുപോലെ എടുത്ത് ആ സമയത്ത് തന്നെ ഞാൻ എടുത്ത് തൊലി ഇതുപോലെ നൈസായിട്ട് കളയാൻ പറ്റും എളുപ്പത്തിൽ. അതായത് ഒരു ക്യാമറ അങ്ങനെ വെച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചിരുന്നത്. ഇത് കണ്ടോ, ഒരു പ്രശ്നവുമില്ലാതെ എത്ര ഇനി ഏത് ഷേപ്പിലാണ് കുറുക്കി ഉണ്ടായതെങ്കിലും കൂടി നമുക്കിതുപോലെ എളുപ്പത്തിൽ കുറുക്കാൻ ഇതുപോലെ കളയാൻ പറ്റും. എന്നിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഉപ്പേരിയോ കറിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാൻ ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ നമ്മൾ ചിരണ്ടി കളയോ അല്ലെങ്കിൽ ചാക്കിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതുപോലെ തിരുമ്പി കളഞ്ഞാലും ഇത്ര വൃത്തിയായിട്ട് നമുക്ക് തൊലി കളഞ്ഞ് കിട്ടില്ല. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് മെഴുക്ക് പുരട്ടിയാക്കാം. ആദ്യം തന്നെ എണ്ണ ചൂടായ ശേഷം നമുക്കതിലോട്ട് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്കതിലോട്ട് വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തതോ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിലോട്ട് കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്, എങ്കിലും ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂർക്ക ഉണ്ടാക്കുന്നവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേയുള്ളൂ. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഫുഡാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.